ബോർഡറിന് നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽസ് എന്തൊക്കെയാണ് ബോർഡറിന് കൊടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ബോർഡറിന് നമുക്ക് അലൈൻമെൻറ്റ്, ബോർഡറിന് ലെഫ്റ്റിൽ നിന്ന് എത്ര സ്പേസിൽ വേണം ബോർഡർ ക്രിയേറ്റ് ആവാൻ, റൈറ്റിൽ നിന്ന് എത്ര സ്പേസിൽ വേണം ബോർഡർ ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ നമുക്ക് ഇത്രയും സെഷൻസ് വെച്ച് നമുക്ക് അതിനെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ വെറും സിംപ്ലി ബോർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലും ബോർഡേഴ്സ് സെറ്റ് ആവും. ഓക്കെ, ഇനി നമുക്ക് ബോർഡറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാം. സാധാരണ നമ്മൾ ബോർഡർ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ സൈഡിലും, ഇപ്പോൾ നമ്മളിപ്പം ഹായ് എന്ന് എഴുതുവാണെങ്കിൽ അതിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി ഒരു ബോർഡർ കൊടുക്കുകയാണെങ്കിൽ എല്ലാ സെഷൻ, അതായത് ലെഫ്റ്റിലും റൈറ്റിലും ടോപ്പിലും ബോട്ടത്തിലും എല്ലാം എന്ത് ചെയ്യും, ലൈൻസ് സെറ്റ് ചെയ്ത് അതിനെ അങ്ങ് ബോർഡറിൽ എൻക്ലോസ് ചെയ്യും. ഇനി നമുക്ക് ബോർഡേഴ്സ് പല സൈഡിലുണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിനകത്ത് ലെഫ്റ്റ് ബോർഡർ ഉണ്ട്, റൈറ്റ് ബോർഡർ ഉണ്ട്, ബോട്ടം ബോർഡർ ഉണ്ട്, ടോപ്പ് ബോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഇനി ബോർഡറിന് തന്നെ നമുക്ക് ഓരോ ബോർഡറിന് നമുക്ക് വിഡ്ത്ത് സെറ്റ് ചെയ്യാം, കളർ സെറ്റ് ചെയ്യാം, സ്റ്റൈൽ സെറ്റ് ചെയ്യാം. അപ്പം ബോർഡർ വിഡ്ത്ത് എന്ന് പറയുമ്പോഴേക്കും എത്ര തിക്കായിട്ടുള്ള ബോർഡർ നമുക്ക് വേണ്ടതെന്നുള്ളതാണ് വിഡ്ത്തിൽ പറയുന്നത്. പിന്നെ കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം. സ്റ്റൈല് നമുക്ക് വെച്ചാൽ തിക്കായിട്ട് വേണോ, അതോ ഡോട്ടഡ് ആയിട്ട് വേണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഡാഷ്ഡ് ലൈൻസ് വെച്ചിട്ട് വേണോ, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ബോർഡറെ. ഇനി ബോർഡർ ഫോർമാറ്റിംഗ് പ്രോപ്പർട്ടീസ്, സ്റ്റൈലിംഗ് പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാം. ഒരു തിക്ക് സോളിഡ് ബോർഡറാണ് വേണമെങ്കിൽ ബോർഡറിന് നമ്മൾ എന്ത് ചെയ്യും, സോളിഡ് എന്നുള്ള സ്റ്റൈൽ കൊടുക്കും. ഇനി ബോർഡർ ഇങ്ങനെ ഡബിൾ ലൈനായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു ബോർഡറിനെ ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇതിൽ ഒരു ഹെഡിങ് തന്നിട്ടുണ്ട്, അത് ലാർജ് ഹെഡിങ് ആണ്. അതിനകത്ത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ബോർഡറാണ് ഉള്ളത് അല്ലേ, റെഡ് കളറാണ് ഉള്ളത്. സെക്കൻഡ് വൺ ഒരു കുറച്ചും കൂടെ സൈസ് കുറഞ്ഞൊരു ഹെഡിങ് ആണ്, അവിടെ ഡോട്ടഡ് ആയിട്ടുള്ള നമുക്ക് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നമുക്കൊരു ഡബിൾ ലൈനുള്ള ഒരു ബോർഡറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കോഡ് നോക്കാം. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ബോഡിയിൽ നമ്മളുടെ ഈ ഒരു സെക്ഷൻസ് എല്ലാം എഴുതി വയ്ക്കുക. അപ്പോൾ 2 ഹെഡിങ്സ് ആയിട്ടും ഒരെണ്ണം ഒരു ഡിവിഷൻ കണ്ടൻറ്റുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് എഴുതി. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, സ്റ്റൈലിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്റ്റൈൽ എഴുതുന്ന എവിടെയാണ്, ഹെഡ് പോർഷനിലാണ്, എക്സ്റ്റേണൽ അല്ല എങ്കിൽ. സ്റ്റൈലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തു. ഫസ്റ്റ് H1 എന്നുള്ള ഹെഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെഡ് കളറായിരുന്നു അല്ലേ, അത് തിക്ക് ബോർഡറാണ്. അതുകൊണ്ട് ബോർഡറിൻ്റെ സൈസ് 5 പിക്സൽ സോളിഡ് റെഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സോളിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് ബോർഡറിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോളിഡ് എന്ന് പറയുന്നത്, കളർ റെഡ്. അടുത്ത രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡോട്ടഡ് കളറാണ് നമുക്ക് ഡോട്ടഡ് ആയിട്ടുള്ള സ്റ്റൈലാണ് വേണ്ടത്. അതിൻ്റെ കളർ എന്താണ്, ബ്ലൂ ആണ്. അപ്പോൾ ബോർഡറിൽ അതിൻ്റെ സൈസ് 4 പിക്സൽ സൈസിൽ നമ്മൾ ഡോട്ടഡ് ബ്ലൂ കളറിലാണ് നമ്മൾ ആ ഒരു. ഇനി നമുക്ക് എന്താ വേണ്ടത്, ലാസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോർഡറാണ് വേണ്ടത് അല്ലേ. ഒരു ബോർഡറിൻ്റെ പുറകെ വേറൊരു ബോർഡറും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഡബിൾ ബോർഡർ ആയതുകൊണ്ട് ബോർഡറിൻ്റെ സ്റ്റൈൽ, അതായത് ബോർഡർ ഡബിൾ കൊടുത്തു. അപ്പോൾ ഡിവിനകത്താണ്, ഡിവ് എന്നുള്ള സെക്ഷനിലെ നമ്മളവിടെ വെച്ചിട്ട് സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ഡിവ് എന്നുള്ളൊരു സെഷനാണ് നമ്മൾ ആ ഒരു ടൈപ്പിൽ സ്റ്റൈൽ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ഡിവ് നമ്മൾ സ്റ്റൈൽ സെറ്റ് ചെയ്തു. ഡിവിൽ പറയുന്നത് എന്താണ്, ബോർഡർ എന്താണ്, ഡബിൾ ബോർഡറാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബോർഡേഴ്സ് സെറ്റ് ചെയ്യാം.